ഇന്നൊരു മിനി വ്ളോഗാണ്. ഞങ്ങൾ ഫാമിലിയായിട്ട് ലുലുവിൽ കുറച്ച് പർച്ചേസിന് പോയതാണ്. അതിലെ കുറച്ച് പോർഷൻസാണ് കാണിക്കുന്നത്. ഫസ്റ്റ് ഞാൻ മാക്കിൽ നിന്ന് ഒരു ലിപ്സ്റ്റിക്ക് ഇൻസ്റ്റയിൽ ഒരു ഷെയ്ഡ് കണ്ട് നോക്കി വെച്ചതാണ്. ഭയങ്കര പ്രതീക്ഷയിൽ പോയതാണ്. പക്ഷേ അതിട്ടപ്പോൾ എനിക്ക് ഒട്ടും മാച്ചായിരുന്നില്ല. ഇൻസ്റ്റയിൽ കാണിക്കുന്ന കണക്കൊന്നും അല്ല റിയലിൽ. ഭയങ്കര ഫ്ലോപ്പായിരുന്നു. സോ എൻ്റെ കാശ് ഓൺലൈൻ മേടിച്ചിരുന്നെങ്കിൽ പോയേനെ. ആ വിഷമം അങ്ങ് മാറിക്കിട്ടി. സോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കുറച്ച് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഫസ്റ്റ് സ്റ്റുഡിയോയിലും പിന്നെ മാക്സിലൊക്കെ കയറി ഇറങ്ങി. അപ്പം നല്ല രസമായിരുന്നു. ഇനി മേലെ ഞങ്ങൾ ആവർത്തിക്കത്തില്ല. കുറേ നേരം സാറമ്മയെ കാണാനില്ലായിരുന്നു. സാർ അതിൻ്റെ ഇടയ്ക്കിട്ട് അവിടെ ഇവിടെ എല്ലാം പോയി ഒളിച്ചിരിക്കുകയായിരുന്നു. ഞങ്ങൾ ആ കൂടെ അങ്ങ് ടെൻഷനായിപ്പോയി. കാര്യം അവിടെ ഇവിടെ എല്ലാം പോയി അങ്ങ് ഒളിച്ചിരിക്കുമോ, അങ്ങ് ഓട്ടവും ചാട്ടവും നടക്കാൻ തുടങ്ങിയതിന് ശേഷം ഭയങ്കര സീനാണ്. പിന്നെ എനിക്ക് കുറേ ചെരുപ്പുകളെല്ലാം എല്ലായിടവും പോയി നുള്ളിപ്പറയിക്കൊണ്ട് തരും. സ്നേഹമുള്ള വെച്ചാട്ടോ. അപ്പോഴേ ഉമ്മയ്ക്ക് ഷോപ്പിങ്ങിനോടുള്ള താല്പര്യം മനസ്സിലാക്കി ഉമ്മയ്ക്ക് ചെരുപ്പും കാര്യങ്ങളെല്ലാം എടുത്തുകൊണ്ട് കുഞ്ഞ് തരാറുണ്ട്. ഈ പോകുന്ന ഒരു സ്ഫോടക വസ്തു കേട്ടോ, പാത്തുമോളാണ്. ഇവളിങ്ങനെയൊന്നുമല്ല, ഈ ചിരിക്കുന്ന കണക്കൊന്നുമല്ല, കുറച്ച് കഴിയുമ്പോൾ വിധങ്ങ് മാറും. ഞാൻ ആദ്യമായിട്ട് ലൈഫിൽ ചായ ക്യൂ നിന്ന് മേടിച്ച് കുടിക്കുന്നത് എൻ്റെ ഫസ്റ്റ് ടൈം ആട്ടോ. കൊള്ളായിരുന്നു. എനിക്കൊന്ന് ലുലുവിലെ ഏറ്റവും റേറ്റ് കുറഞ്ഞ ഐറ്റംസ് കിട്ടുന്ന ഈ ഒരു ഷോപ്പിലാണെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും അത്രയും തെള്ളും ഇടിയും നടക്കുന്നത്. ആൻഡ് ആഫ്റ്റർ ഈ കരച്ചിൽ കാണുന്നുണ്ടോ നിങ്ങൾ? ഈ കരച്ചിൽ നടക്കുന്നത് മൊത്തം ഫണ്ട് കുറേ പോകാനാണ്. ആൾക്കൊരു പേഷ്യൻസും ഇല്ലായിരുന്നു. ഉമ്മക്ക് മതിയായി. ഉമ്മ ഇനി മേലെ ഞങ്ങൾ കൂടെ വരത്തില്ല എന്നാണ് പറഞ്ഞത്. കാര്യം പിള്ളേരെ കൊണ്ട് അത്രയ്ക്ക് പൊറുതി മുട്ടിയിട്ടുണ്ട്. ഇപ്പോഴാണ് ഉമ്മക്ക് മനസ്സിലായത് എന്തുകൊണ്ടാണ് ഞങ്ങൾ എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ പിള്ളേർ ഉമ്മയുടെ കൈ കൊടുത്തിട്ട് പോകുന്നതെന്ന്. അത്രത്തോളം കുരുത്തക്കേടാണ് പിള്ളേർ പുറത്തിറങ്ങിയത്. ലാസ്റ്റ് ഫണ്ടുറയിലും കൊണ്ടുപോയി കുറച്ച് റൈഡിലൊക്കെ കയറ്റിയപ്പോഴത്തേക്ക് എല്ലാവരും ഹാപ്പി, ഞങ്ങളും പിന്നെ അങ്ങ് ഹാപ്പി. ഉമ്മയുടെ വരെ കണ്ടാ ഇഞ്ചൻ ജാറ് പിള്ളേർ രണ്ടെണ്ണവും കൂടെ വെളിയെടുത്തിട്ട് കുഴഞ്ഞു മറിഞ്ഞ് വരുവാണ്. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. ഇനി മേലെ പിള്ളേരുമായിട്ടേക്കും പോകത്തില്ലെന്നാണ് ഞങ്ങൾ തീരുമാനം എടുത്തിരിക്കുന്നത്. ചുമ്മാതാട്ടോ. പിന്നെ ഞങ്ങൾ കൊണ്ടുപോകും. രാമേശ്വരം ഇഡലി എക്സ്പെക്ട് ചെയ്ത് മേടിച്ചാണ്. പക്ഷേ ഭയങ്കര ഫ്ലോപ്പായിരുന്നു കേട്ടോ. ഒട്ടും എക്സ്പെക്ട് ചെയ്ത് നമുക്ക് വന്നില്ല. എക്സ്പെക്ടേഷൻ്റെ 1% വന്നില്ല. പിന്നെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു വരുമായിരുന്നു. ഇന്നത്തെ പരിപാടി.